കർണാടകയിലെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക്, അതുപോലെ ജോലി ആവശ്യങ്ങൾക്ക്, കച്ചവട ആവശ്യങ്ങൾക്ക്, മറ്റു പല ആവശ്യങ്ങൾക്കും വേണ്ടി യാത്ര ചെയ്യുന്ന മലയാളികൾ പലരുമുണ്ട്. അവർക്ക് കന്നഡയിലെ എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ കണക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വളരെ വലിയ പ്രയാസമാണ്. ഒരുപക്ഷെ തമിഴ് ഭാഷ മലയാളത്തിനോട് നല്ല സാദൃശ്യമുണ്ട്, എന്നാൽ കന്നഡ അത്രത്തോളം ബന്ധമില്ല. അതുകൊണ്ട് കന്നഡ ഭാഷയിലെ എങ്ങനെയാണ് എണ്ണേണ്ടത് എന്ന് നോക്കാം. ആദ്യം 1 മുതൽ 10 വരെയുള്ള സംഖ്യകൾ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇനി 11 മുതൽ 20 വരെ. 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി 21 മുതൽ 30 വരെ. 21, 22, 23, 24, 25, 26, 27, 22, 29, 30. ഇനി 31 മുതൽ 40 വരെ. 31, 32, 33, 34, 35, 36, 37, 38, 39, 40. ഇനി 41 മുതൽ 50 വരെ. 41, 42, 43, 44, 45, 46, 47, 48, 49, 50. ഇനി 51 മുതൽ 60 വരെ. 51, 52, 53, 54, 55, 56, 57, 58, 59, 60. ഇനി 60 മുതൽ 90 വരെ കാര്യമായ പ്രയാസങ്ങളൊന്നുമില്ല. മലയാളത്തോട് അല്പമൊക്കെ ബന്ധമുണ്ട്. അതായത് 61, 62 എന്ന നിലക്ക് തന്നെ വായിക്കാം. 70, 70, 71, 72 എന്നിങ്ങനെ ക്രമത്തിൽ വായിക്കാം. 80, 80, 81, 82, 83 അങ്ങനെയും വായിക്കാം. എന്നാൽ 90 അല്പം വ്യത്യാസമുണ്ട്. 90-ന് 90 എന്നാണ് പറയുക. അപ്പോൾ 91 മുതൽ 100 വരെ എണ്ണാം. 91, 92, 93, 94, 95, 96, 97, 92, 99, 100. ഇനി 101 മുതൽ 200 വരെ. 101, 102, 103 അഥവാ 100 എന്നതിലേക്ക് പ്ലസ് 1 മുതൽ 99 വരെ വായിച്ചാൽ മതി. 200-ന് 2 100. 2 എന്നാൽ 2, 100, 100. 2 100 അഥവാ 200. 2 100 എന്നാണ് വിളിക്കുക. പിന്നെ 300, 400 എന്ന ക്രമങ്ങൾക്കൊന്നും കാര്യമായ വ്യത്യാസങ്ങളൊന്നുമില്ല. 500-ന് 500 എന്ന് വിളിക്കുന്നു. അതായത് 500, 500. 501, 500, 1. 500, 1, 502 എന്ന ക്രമത്തിൽ അങ്ങനെ വായിക്കാം. പിന്നെ 600, 700, 800 എന്നിവയെല്ലാം ഏകദേശം ഇതേ ക്രമത്തിൽ തന്നെയാണ്. എന്നാൽ 900-ന് 90 100 എന്നാണ് വിളിക്കുക. 900-ന് 90 100. 901, 90 100, 1. ഇനി 1000-ന് 1000 എന്നാണ് വിളിക്കുക. അപ്പോൾ 1001-ന് 1000, 1. 1002, 1000, 2. 2000-ന് 2000, 2000. 10,000-ന് 10,000. 1,00,000-ന് ലക്ഷ എന്നാണ്. അതായത് എന്ന പ്രയോഗം കർണാടകയിലെ ഭാഷയിൽ ഇല്ല. അതുകൊണ്ട് ലക്ഷ എന്ന് വിളിക്കുന്നു. ഇങ്ങനെയാണ് കന്നഡ ഭാഷയിലെ എണ്ണൽ സംഖ്യകൾ. ഇനി മനസ്സിലായില്ലെങ്കിൽ എത്ര എന്ന് ചോദിക്കാതെ എഷ്ടു എന്നാണ് പറയുക. എഷ്ടു എത്ര, എഷ്ടു ബാലൻസ്, എത്രയാണ് ബാലൻസ്. കർണാടകയിലേക്ക് യാത്ര ചെയ്യുന്ന മലയാളികൾക്ക്, ഭാഷാ പരിജ്ഞാനമില്ലാത്തവർക്ക് ഈ വീഡിയോ വളരെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു.